ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാക്കത്തരണ്ടി മുളകിട്ടതാണ് ചെയ്യാൻ പോകുന്നത്. അത് സാധാരണ വറുത്തരച്ചൊക്കെ കാക്കത്തരണ്ടി വെക്കാറുണ്ട്, പക്ഷെ എനിക്ക് അത്ര താല്പര്യമില്ല വറുത്തരച്ച് കാക്കത്തരണ്ടി വെക്കുന്നത്. അപ്പോൾ കാക്കത്തരണ്ടി കറി വയ്ക്കുമ്പോൾ നല്ല ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒത്തിരി ഹാർഡാവാൻ വേണ്ടി ഒരു ടിപ്പും കൂടി ഇതിലുണ്ട്. അപ്പോൾ നമുക്കത് വഴിയെ കാണാം. അപ്പം നമ്മൾ കാക്കത്തരണ്ടി ഇതിൻ്റെ ആ കറുത്ത കളറുള്ള തൊലിയും അതിൻ്റെ അടിവശത്തുള്ള വൈറ്റ് തൊലിയൊക്കെ നമുക്ക് കളഞ്ഞെടുക്കണം. അപ്പം മുഴുവനോടെ ആകുമ്പോൾ നമുക്ക് പാടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇത് ചെറിയ ചെറിയ പീസാക്കി ഇതുപോലെ മുറിച്ചെടുക്കണം. ഇതേപോലെ മുറിച്ചെടുത്തിട്ട് നമ്മൾ ആ സ്കിന്ന് കളയാനായിട്ട് നമുക്ക് എളുപ്പമാണ്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇതേപോലെ നൈസാക്കിയിട്ട് അതിൻ്റെ തൊലി നമുക്ക് കട്ട് ചെയ്ത് കളയാം. കേട്ടോ, നൈസാക്കിയിട്ട് തൊലിനോട് ചേർന്ന് തന്നെ കട്ട് ചെയ്യാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ മീനിൻ്റെ എല്ലാത്തിൻ്റെയും സ്കിന്നൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇപ്പം ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഒന്ന് നല്ലതുപോലെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് നേരം ഇത് മാറ്റി വയ്ക്കാം. സാധാരണ നമ്മൾ ഈ തിരണ്ടി കറി വെച്ചാലും അത് വറുത്താലും അതെ ഒരു ഉറപ്പില്ലാത്തൊരു മാംസമാണ്. പക്ഷെ ഞാനിപ്പോൾ കാണിച്ചു തരുന്ന പോലെ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഉറപ്പിൽ സാധാരണ നമ്മൾ തിരണ്ടി വയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടി വ്യത്യാസപ്പെട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളത് എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റൗവിൽ ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ വേപ്പില, പിന്നെ ഉള്ളി, ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി ശരിക്കൊന്ന് മൊരിഞ്ഞ് വന്നോട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. തിരണ്ടി കറി വയ്ക്കുമ്പോൾ മല്ലിപ്പൊടി ഒരല്പം കൂടിയാലും കുഴപ്പമില്ല, ടേസ്റ്റാണ്. പിന്നെ നമുക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ വറുത്തരച്ചാണ് മിക്കവരും തിരണ്ടി കറി വയ്ക്കാറ്. പക്ഷേ നമ്മൾ വറുത്തരപ്പ് ചെയ്യുന്നില്ല. പക്ഷേ ഇതേപോലെ നമ്മൾ നല്ലതുപോലെ മൊരിയിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു വറുത്തരപ്പിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് കറി കിട്ടും. അപ്പോൾ ഇതേപോലെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഒരു പ്രാവശ്യം. അപ്പോൾ നല്ല ടേസ്റ്റിൽ നമുക്ക് കറി കിട്ടും. അപ്പോൾ നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ തന്നെ നമ്മൾ മൊരിയിച്ചെടുക്കണേ. മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മുളക് പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സാധാരണ മീൻ കറി വയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് അതൊക്കെ തിളച്ചൊക്കെ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ മീനിട്ട് കൊടുക്കുന്നത്. പക്ഷെ തിരണ്ടി കറി വയ്ക്കുമ്പോൾ ഇതേപോലെ ചെയ്യണം. കാരണം അപ്പോഴേ നമുക്ക് ശരിക്കും തിരണ്ടിയിലൊക്കെ നല്ലതുപോലെ ആ ഉപ്പും പുളിയും ആ മുളകൊക്കെ ശരിക്കും കയറുള്ളൂ. ഇനി നമുക്ക് ഈ മീനെല്ലാം ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നേരിയതായിട്ടൊന്ന് ആ പുറം വശം മാത്രം നേരിയതായിട്ടൊന്ന് ഹാർഡായി വരാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ കുറച്ച് നേരം നമ്മൾ ഇതേപോലെ കുക്ക് ചെയ്യുന്നത്. ഉടഞ്ഞു പോവാതെ തന്നെ പതുക്കെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക. നമ്മൾ അല്ലെങ്കിൽ തന്നെ ഇതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വെച്ചതാണ്.
ഇതിങ്ങനെയും കൂടിയാകുമ്പോൾ ഇത്രയും കൂടി നമുക്ക് ടേസ്റ്റിൽ കിട്ടും. ഇതിലേക്ക് നമുക്കൊരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഗ്രേവി കുറച്ചാണ് വെക്കുന്നത്, കട്ടി ഗ്രേവിയാണ് വെക്കുന്നത്, അതുകൊണ്ടാണ് ഒരു കപ്പ് വെള്ളം ചേർത്തിരിക്കുന്നത്. അതല്ല, നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ലെവൽ ചെയ്തിട്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സമയം നമുക്കിതിലേക്ക് വേണ്ട ഉപ്പും കുടംപുളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയം നമുക്ക് ഫ്ലെയിം ഫുള്ളിലാക്കി കൊടുക്കാം. വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഫുള്ളിലാക്കാം. എന്നിട്ട് ഉപ്പും കുടംപുളിയും ചേർത്ത് കൊടുക്കുക. കുടംപുളി ഉപ്പൊക്കെ ഒരു അല്പം മുന്നേ നിന്നോട്ടെ, അപ്പോൾ കറി ആയിക്കഴിയുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് കിട്ടും. കുടംപുളിയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ കിടന്നൊന്ന് തിളച്ചാൽ മതി. നമ്മൾക്ക് ഇത് മീൻ പെട്ടെന്ന് വെന്ത് കിട്ടും. അതെല്ലാം മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഇടുന്നതെങ്കിൽ ഒരു 8-10 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കാക്കത്തരണ്ടി കറി വെച്ചത് ഏതാണ്ടൊക്കെ ആയിക്കഴിഞ്ഞു. നല്ല കുറുകി വന്നിട്ടുണ്ട് ഗ്രേവി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് താളിപ്പിടേണ്ട ആവശ്യമില്ല. ഇനി താളിപ്പിടണമെന്നുണ്ടെങ്കിൽ ഇടാൻ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ നല്ലതുപോലെ മൊരിയിച്ചാണ് ഈ കറി വെച്ചിരിക്കുന്നത്. അരപ്പൊക്കെ നല്ലതുപോലെ മൊരിയിച്ച് വെച്ചേക്കണയാണ്. വിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, ആ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ മുകളിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ഇറക്കിയാലും മതി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടാതിരിക്കില്ല, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. തെരണ്ടി കറി വെച്ച് ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്